ഷഹബാസ് കൊലപാതക കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. ഈ മാസം 8-ന് വിധി പറയും. കസ്റ്റഡിയിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് നിയമത്തിന്റെ ആനുകൂല്യം നൽകരുതെന്ന് ഷഹബാസിന്റെ അഭിഭാഷകൻ. നിയമ സംവിധാനത്തിൽ വിശ്വാസമുണ്ടെന്ന് ഷഹബാസിന്റെ പിതാവ് വ്യക്തമാക്കി. വിവരങ്ങളുമായി മേഘ മാധവനുണ്ട് റിപ്പോർട്ടിലേക്ക്. താമരശ്ശേരിയിലെ 10ാം ക്ലാസ്സുകാരൻ ഷഹബാസിന്റെ കൊലപാതക കേസിൽ 6 പേരുടെ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദമാണ് ഇന്ന് കോഴിക്കോട് ജില്ലാ കോടതിയിൽ നടന്നത്. കുട്ടികളാണെന്ന ആനുകൂല്യം ഒരു കാരണവശാലും ഇവർക്ക് നൽകാൻ പാടില്ല എന്നും അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നതാണ് ഷഹബാസിന്റെ അഭിഭാഷകർ ഇന്ന് കോടതിയിൽ വാദിച്ചത്. നീതിപീഠത്തിൽ വലിയ വിശ്വാസമുണ്ട് എന്നും ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ ബന്ധുക്കൾക്കുൾപ്പെടെ പങ്കുണ്ടോ എന്നത് കൃത്യമായി പരിശോധിക്കണമെന്നും കോടതി നടപടികൾക്ക് ശേഷം ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തായാലും നീതിപീഠത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഇതിൽ രക്ഷിതാക്കളെ പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമായി വരുന്നുണ്ട്. അപ്പോൾ അത് അവർ നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ആളുകളെ അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെയും കൂടി ഇതിൽ പ്രേരണാ കുറ്റം എന്ന രീതിയിൽ ഇതിലേക്ക് ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവധിക്കാലം ആയതുകൊണ്ട് തന്നെ 6 പേരെയും രക്ഷിതാക്കൾക്കൊപ്പം വിടണമെന്നും ഇത്രയും കാലം അനുഭവിച്ചത് ശിക്ഷയായി കണക്കാക്കണമെന്നും ഈ പ്രതിഭാഗം അഭിഭാഷകർ കോടതിയിൽ വാദിച്ചു. ഏതായാലും വിശദമായ വാദങ്ങൾ കേട്ട ശേഷമാണ് ഈ ഷഹബാസ് വധക്കേസിൽ വിധി പറയുന്നത് 8-ാം തീയതിയിലേക്ക് മാറ്റിയത്. കേസുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്തു എന്ന് പറയപ്പെടുന്ന ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പെൻഡ്രൈവിലാക്കിക്കൊണ്ട് ഷഹബാസിന്റെ അഭിഭാഷകർ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. കോഴിക്കോട് ജില്ലാ കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഈ മാസം 8-ലേക്ക് മാറ്റിയത്.